നമ്മുടെ കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ച ഒരു പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനമാണ് സയൻസ് സിറ്റി. ആ സയൻസ് സിറ്റിയുമായി ബന്ധപ്പെട്ട് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലേക്ക് അനുവദിച്ചിരിക്കുന്നു. അത് നമുക്ക് കുറവലങ്ങാട്ട് നമ്മുടെ 30 ഏക്കർ, ഏറ്റവും കുറച്ച് 30 ഏക്കർ വേണം. ആ 30 ഏക്കറിൽ അത് സ്ഥാപിക്കുവാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ ഒരു സയൻസ് സെൻറ്ററും അതോടൊപ്പം തന്നെ അത് പിന്നെ അത് സയൻസ് സിറ്റിയുമായിട്ട് അത് വികസിപ്പിച്ചെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് ഇന്ന് സംസ്ഥാന സർക്കാർ അതിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട നടപടികളുടെ സർവേ കഴിഞ്ഞു. ഇനി ബാക്കി റവന്യൂവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മറ്റ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ആരംഭ നടപടികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട പണികൾ ആരംഭിക്കും. അത് പ്രധാനമായും സയൻസ് സിറ്റി എന്ന് പറയുമ്പോൾ ലോകത്തിലെ എല്ലാ കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ട ഗാലറികളാണ്. ഇപ്പോൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന മേഖലകളുണ്ട്. ആ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടുപിടിക്കാൻ സാധ്യതയുള്ള അതിൻ്റെ ഗാലറികൾ. അതോടൊപ്പം തന്നെ അമ്യൂസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് അമ്യൂസ്മെൻറ്റും സയൻസും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ പലപ്പോഴും വിദ്യാർത്ഥികൾ പുറത്ത് പോകുന്നു, അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അപ്പം ഇത് സയൻസ് സിറ്റി അല്ലെങ്കിൽ സയൻസ് സെൻറ്റർ എന്ന് പറയുമ്പോൾ വളരെയധികം വിദ്യാർത്ഥികൾ അത് കാണുവാൻ, എക്സിബിഷൻ കാണുന്ന പോലെ നമ്മൾ എല്ലാ ദിവസവും കാണുകയുണ്ട്. പ്ലാനറ്റോറിയവും അതുപോലെ തന്നെ 3D ഹാളുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അമ്യൂസ്മെൻറ്റും സയൻസും കൂടിയാണ്. അത് വന്നു കഴിയുമ്പോൾ തീർച്ചയായും ഈ കുറവലങ്ങാട് പ്രദേശത്ത് തന്നെ മുറിച്ചായി മാറും. വലിയൊരു വികസനം ഇവിടെ ഉണ്ടാകും.